നവദമ്പതികളാണ് രണ്ടുപേര്. അപ്പോൾ അത് ജീവിതം തുടങ്ങി ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ തന്നെ ഒന്നിച്ച് വേർപിരിഞ്ഞു പോവുക എന്ന് പറയുന്നത് എല്ലാവരെയും വിഷമിപ്പിക്കുന്ന ഒരു കാര്യമാണ്. വളരെ കൂട്ടത്തോടുള്ള മരണം കേരളത്തിൽ ഇപ്പോൾ റോഡ് അപകടങ്ങളിൽ ഉണ്ടായിരുന്നു എന്നത് ഒരു ശ്രദ്ധിക്കപ്പെടേണ്ട കാര്യമാണ്. അതെന്തുകൊണ്ട് ഉണ്ടാകുന്നു, അത് ഒഴിവാക്കാൻ എന്താണ് നടപടി എന്നുള്ളത് ബന്ധപ്പെട്ട അധികാരികൾ തീരുമാനിക്കുന്നതാണ് ഉചിതം. അതിനാവശ്യമായ നടപടികൾ സ്വീകരിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഇവിടെ നടന്നതിൽ മനസ്സിലാക്കിയെടുത്തോളം ഡ്രൈവർ ഉറങ്ങിപ്പോയി എന്നാണ് പറയപ്പെടുന്നത്. എതിരെ വന്ന വാഹനം ഒതുക്കി നിർത്തിയെങ്കിലും ആ വാഹനത്തിലേക്ക് ചെന്ന് ഈ കാറിടിച്ചാണ് ആക്സിഡന്റ് ഉണ്ടായത്. വളരെ വേഗത്തിലായതുകൊണ്ട് കാറ് മൊത്തത്തിൽ തകരുകയും ആളുകളെ പുറത്തെടുക്കാൻ തന്നെ വളരെ പ്രയാസപ്പെടുകയും ചെയ്തു. സംഭവ സ്ഥലത്ത് തന്നെ 3 പേര് മരിച്ചു. പറഞ്ഞത് വെച്ചെങ്കിൽ ഈ ബിജു അദ്ദേഹം ഈ പത്തനംതിട്ട ജനലാശുപത്രിയിലെ സെക്യൂരിറ്റി ജീവനക്കാരന് കൂടിയാണ്, എക്സ് മിലിറ്ററി അല്ലേ? അതെ, എക്സ് മിലിറ്ററി ആണ് അദ്ദേഹം. അങ്ങനെ ഉണ്ടെങ്കിൽ വളരെ സങ്കടകരമാണ്. ഇപ്പൊ അതേ ആശുപത്രിയിലേക്ക് തന്നെയാണ് അദ്ദേഹം ഇപ്പോ പോസ്റ്റ്മോർട്ടത്തിന് വേണ്ടി അദ്ദേഹത്തെ കൊണ്ടുപോയിരിക്കുന്നത്. അവിടെ ജോലി ചെയ്തുകൊണ്ടിരുന്ന ആളല്ലേ? അതെ, വളരെ സങ്കടകരമായ കാര്യം. നമ്മൾ പ്രതികരിച്ചുകൊണ്ടിരുന്ന CPM ഏരിയ സെക്രട്ടറി ശ്യാംലാൽ ആയിരുന്നു. അദ്ദേഹം പറഞ്ഞതനുസരിച്ച്